നമസ്കാരം. സുദിനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ സുദിനം സംഗീത സാന്ദ്രമാക്കാൻ നമുക്ക് വളരെ പ്രഗത്ഭയായ ഒരു അതിഥിയാണ് ലഭിച്ചിരിക്കുന്നത്. ഈ അതിഥിയെ പരിചയപ്പെടുത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആരെയാണ് ആദ്യം പറയേണ്ടതെന്ന് നമുക്ക് സംശയം തോന്നിയേക്കാം. കാരണം വളരെ പ്രശസ്തരായ മാതാപിതാക്കൾ, അതുപോലെ തന്നെ പ്രശസ്തയായ സംഗീതജ്ഞ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷത്തോടെ ഇന്നത്തെ സുദിനത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീമതി വാണി നേത്തിയാരെ. സ്വാഗതം. വളരെ സന്തോഷം. ഇപ്പോൾ ആദ്യം പറയുമ്പോൾ തന്നെ എടുത്തു പറയേണ്ടത് അച്ഛൻ ശ്രീ PT നരേന്ദ്രമേനോൻ സാർ. അദ്ദേഹത്തെ പറയുമ്പോൾ വളരെ പ്രശസ്തനായ അഭിഭാഷകൻ, അതുപോലെ എഴുത്തുകാരൻ, സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ്. അമ്മ സുകുമാരി നരേന്ദ്രമേനോൻ, പുള്ളിക്കാരിയെക്കുറിച്ച് പറയുമ്പോഴും ഇതുപോലെ സംഗീത നാടക അക്കാദമി അവാർഡ്, അതുപോലെ വളരെ പ്രശസ്തരായ അച്ഛനമ്മ. കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ കുട്ടിക്കാലത്തെക്കുറിച്ചാണ് ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കല, സാഹിത്യരംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് വ്യക്തികളുമായിട്ടുള്ള ആ ഒരു സാന്നിധ്യം വീട്ടിൽ കൂടുതലുണ്ടായിരുന്നിരിക്കണം അല്ലേ? അതെ അതെ. അപ്പോൾ ആ കുട്ടിക്കാലത്തെ എങ്ങനെയാണ് ഓർക്കുന്നത്? കാരണം വാണി എന്നുള്ളൊരു ഗായികയെ വാർത്തെടുക്കുന്നതിൽ ആ ഒരു കുട്ടിക്കാലം എത്രത്തോളം സഹായിച്ചു? അതുകൊണ്ടാവാം ഞാൻ ഗായികയായി തീർന്നുണ്ടാവുക. വളരെ ഒരു എക്സ്ട്രോർഡിനറി ചൈൽഡ്ഹുഡ് തന്നെ ആയിരുന്നു. എനിക്കൊരു 28 ദിവസം പ്രായമുള്ളപ്പോഴാണ് അമ്മ, ഞാൻ ജനിച്ചു കഴിഞ്ഞിട്ട് ഒരു കച്ചേരി കണ്ടിന്യൂസ്ലി, അത് വേറെ ഒരു കാര്യവും ബാധിക്കില്ല. ഈ കച്ചേരി, മ്യൂസിക് പ്രൊഫഷൻ എന്നുള്ളത് അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ കണ്ടു വളർന്നിട്ടുള്ളതാണ്. പിന്നെ ഒരു 4 വയസ്സ് മുതൽ, അതാണ് എനിക്ക് ഓർമ്മ, അങ്ങനെ ഒരു ഫോമലായിട്ട് അമ്മ ഇരുത്തിയിട്ട് ഒരു വിജയദശമി ദിവസം തുടങ്ങാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. പാട്ട് കേട്ട് കേട്ടും അങ്ങനെ വളരാണ് ചെയ്തത്. പിന്നെ ഒരു 7 വയസ്സായപ്പോൾ പറഞ്ഞു അമ്മ, ഇനി ഫോമലായിട്ട് പിന്നെ തുടങ്ങേണ്ടതാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തില്ല. കുറേ കുട്ടികളെ അവർ ഗ്രൂപ്പായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അവിടെ പോയിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഇത് തുടങ്ങിയത്, കുട്ടിക്കാലം. അപ്പോൾ അങ്ങനെയാണ് മ്യൂസിക് തുടങ്ങിയത്. പിന്നെ വീട്ടിലാണെങ്കിൽ നിറച്ചും ഗസ്റ്റ്സ് വന്നിരുന്നു. എല്ലാ ദിവസവും രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി എന്ന് പറഞ്ഞ പോലെ ഗസ്റ്റ്സ് ആയിരുന്നു. അതായത് ഗസ്റ്റ്സ് എന്ന് പറയുമ്പോൾ സാഹിത്യകാരന്മാരും സംഗീതജ്ഞരും പോളിറ്റീഷ്യൻസും അങ്ങനെ ഫേമസ് അല്ലാത്ത ആൾക്കാരും ഫേമസ് അല്ലാത്തവരും എല്ലാവരും വീട്ടിൽ സ്ഥിരമായി വന്ന് പോവുണ്ടായിരുന്നു. പക്ഷെ അച്ഛനും അമ്മയും ഒരിക്കലും എന്നെ ഇതൊന്നും മാറ്റി നിർത്തിയിട്ടില്ല. എൻ്റെ അച്ഛമ്മ കൂടെ ഉണ്ടായിരുന്നു അന്ന്. അങ്ങനെ ഈ അച്ഛൻ്റെ ഫ്രണ്ട്സ് വരുമ്പോൾ, സാഹിത്യകാരന്മാർ വരുമ്പോൾ അവരുടെ സാഹിത്യ ചർച്ചകളിലൊക്കെ എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അന്നൊന്നും. പക്ഷെ അവരുടെ ഇടയിൽ ഞാനും നോക്കിയിരിക്കും. അവരോടൊക്കെ വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇപ്പോൾ MT വാസുദേവൻ നായർ, MT മാമ, പിന്നെ പുനത്തിൽ കുഞ്ഞബ്ദുള്ള, അങ്ങനെ ബാലേന്ദ്രൻ ചുള്ളിക്കാട്, കടമനിട്ട അങ്കിൾ, അങ്ങനെ എല്ലാവരും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. മ്യൂസിഷ്യൻസ് എന്ന് പറയുകയാണെങ്കിൽ P ലീല ആൻറ്റി, അവർ, പിന്നെ ഡോക്ടർ ഓമനക്കുട്ടി, അങ്ങനെയുള്ള കുറേ പേര് വീട്ടിൽ. അവരെയൊക്കെ ഈ സംഗീത ഉത്സവങ്ങളിൽ പോകുമ്പോൾ അമ്മയുടെ കൂടെ അവരെപ്പോഴും കൂടെ ഉണ്ടാവും. അങ്ങനെ അപ്പോൾ അവരുടെ വർത്തമാനം കുറേ കേൾക്കും. പിന്നെ ഈ ആര് വന്നു വെച്ചാലും അമ്മ സംഗീതജ്ഞയാണ്. അപ്പം അമ്മയുടെ പാട്ട് എന്തായാലും ഉണ്ടാവും. ആരാ വന്നിട്ടുള്ള വെച്ചാൽ അവരുടെ പാട്ടും ഉണ്ടാവും. അപ്പം ഞാൻ അവിടെ നിന്നിട്ട് പറയും എനിക്കും പാടണം എന്ന് പറയും. അപ്പം ഞാനും അങ്ങനെ പാടിയിട്ടുണ്ടായിരുന്നു. സംഗീതം ശരിക്കും പറഞ്ഞാൽ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന രീതിയിൽ, കാരണം ജനിച്ച് 28 ദിവസമായപ്പോൾ തന്നെ അമ്മ ഈ പറഞ്ഞതുപോലെ അതിനൊരു മുടക്കവും വരുത്താതെ ആ പ്രായം മുതൽ, അല്ലെങ്കിൽ ഗർഭസ്ഥയെ ഇരുന്നപ്പോൾ തന്നെ ഇതിലേക്ക് പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അമ്മയാണ് ആദ്യത്തെ ഗുരു, നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ എങ്ങനെയായിരുന്നു? കാരണം അമ്മ ഇത്രയും വലിയൊരു സംഗീതജ്ഞയാണ്, നിറയെ ശിഷ്യഗണങ്ങളുണ്ട്. അപ്പൊ അതിനിടയിൽ ഇരുന്ന് പഠിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ആ സമയത്ത് ഒരു ഇതെങ്ങനെയായിരുന്നു? അമ്മ ആയതുകൊണ്ട് കുറച്ച് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, ഇല്ല പേടിയായിരുന്നു, എല്ലാവരും മുമ്പ് വെച്ച് നാണം കെടുത്ത്, എങ്ങനെയായിരുന്നു? അമ്മ ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ക്ലാസ്സിൽ പിന്നെ ഞങ്ങളൊരു ബാച്ച് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 5-6 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ സാ പാസാ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അമ്മ വളരെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചറായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് വളരെ പേടി ഉണ്ടായിരുന്നു. അപ്പം ഈ പേടി കാരണം പ്രാക്ടീസ് ചെയ്തിരുന്നു. പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പല്ലവി മാത്രം അടുത്ത റൂമിൽ പോയിട്ട്, ഒരു പാട്ടിൻ്റെ പല്ലവി മാത്രം 2 വരി മാത്രം അടുത്ത റൂമിൽ പോയിട്ട് 1 മണിക്കൂർ അത് മാത്രം പ്രാക്ടീസ് ചെയ്തോളൂ, അതങ്ങോട്ട് പതിയട്ടെ, എന്നിട്ട് മടങ്ങി വന്നോളൂ എന്ന് പറയും ക്ലാസ്സിൻ്റെ ഇടയിൽ. അപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചറായിരുന്നു. അപ്പം ഞങ്ങൾക്ക് നല്ല പേടി ഉണ്ടായിരുന്നു.
പക്ഷെ ഇപ്പോഴാണ് അതിൻ്റെ ഗുണം മുഴുവനും മനസ്സിലാവണം. കാരണം അത്രയും അത് അമ്മ അന്നൊക്കെ അത് അമ്മ പറയുമ്പോൾ ഞങ്ങൾക്ക് ദേഷ്യമൊന്നും തോന്നിയിരുന്നില്ല, വളരെയധികം റെസ്പെക്റ്റ് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പഠിപ്പിക്കൽ തന്നെ ആയിരുന്നു. പക്ഷെ ഇതൊരു ബാച്ച് ഓഫ് സ്റ്റുഡൻസിൻ്റെ ഒപ്പം ഉള്ളപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ആ സ്റ്റുഡൻസ് എല്ലാവരും കോളേജും അങ്ങനെയൊക്കെ വിട്ടുപോയി, ചിലർ കല്യാണം കഴിഞ്ഞു പോയി. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ അച്ഛൻ പറഞ്ഞു, ഇനി അമ്മയും ഞാനും ഒരുമിച്ചിരിക്കുമ്പോൾ പിന്നെ ചിലപ്പോൾ അമ്മയ്ക്ക് കോൾസ് വരും, അല്ലെങ്കിൽ അമ്മയ്ക്ക് പ്രോഗ്രാംസ് വരും. അപ്പോൾ ഈ ഞാനും അമ്മയും മാത്രം ഇരിക്കുമ്പോൾ ഒരു കറക്റ്റ് സമയത്ത് നമുക്ക് ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, സുകുമാരി പഠിപ്പിച്ചോളൂ, പക്ഷെ കൂടെ തന്നെ വേറൊരു ഗുരുവും വരണം. പിന്നെ എൻ്റെ ശ്രുതിയും അമ്മയുടെ ശ്രുതിയും ചെറിയൊരു ഇതുണ്ടായിരുന്നു. ഞാൻ സിക്കാണ് പാടുക, അമ്മ 6ലാണ് പാടുക. അപ്പോൾ ആ ശ്രുതിയുടെ ഒരു ചെറിയൊരു പ്രോബ്ലം ഞാൻ വളരും തോറും അത് അമ്മയ്ക്ക് തന്നെ തോന്നാൻ തുടങ്ങി. അമ്മയാണെങ്കിൽ ശ്രുതി കുറയ്ക്കാൻ സമ്മതിച്ചില്ല. അമ്മ പറഞ്ഞു, ഒരിക്കലും ശ്രുതി കുറയ്ക്കരുത്, കാരണം അമ്മയുടെ ഗുരുക്കന്മാർ മുസരി, വൃന്ദാമ അങ്ങനെയുള്ള മാസ്റ്റേഴ്സാണ് അമ്മയെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അത്രേ, ഒരിക്കലും ശ്രുതി കുറയ്ക്കാൻ പാടില്ല. ബയോളജിക്കലി നമ്മളുടെ ബോഡി, നമ്മൾ പ്രായം കൂടുന്തോറും ശ്രുതി കുറഞ്ഞു വരും. അപ്പോൾ ഒരിക്കലും നമ്മൾ സംസാരിക്കുന്ന ശ്രുതിയിൽ നിന്ന് ഒരിക്കലും താഴാൻ പാടില്ല. ജസ്റ്റ് ബിക്കോസ് കർണാട്ടിക് മ്യൂസിക്കിൽ ശ്രുതി കുറഞ്ഞിട്ടേ പാടുള്ളൂ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അങ്ങനെ ഒരു അൺറിട്ടൺ കോൺസെപ്റ്റാണ്, പക്ഷെ അതുണ്ട്. പക്ഷെ അത് കാരണം ശ്രുതി കുറയ്ക്കാൻ പാടില്ല എന്ന് അമ്മയുടെ മാസ്റ്റേഴ്സ് അമ്മയുടെ പറഞ്ഞിട്ടുണ്ട് അത്രേ. അപ്പം അമ്മ അതേ ഉപദേശം ഞങ്ങൾക്കും തന്നു, ഞങ്ങളുടെ എല്ലാ ഈ ബാച്ചിനൊക്കെ തന്നു. എനിക്ക് പ്രത്യേകിച്ചും ബിക്കോസ് എൻ്റെ സി ആയിരുന്നു ശ്രുതി. അപ്പോൾ അതുകൊണ്ട് ഒരു മെയിൽ ടീച്ചർ വേണമെന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ച് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ശിഷ്യൻ, ഒരു ചെമ്പൈ കോദണ്ഡരാമ ഭാഗവതർ, അദ്ദേഹമാണ് പിന്നെ ബാക്കിയുള്ളത് പിന്നെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ എന്തായാലും രാവിലെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു സുദിനം സംഗീത സാന്ദ്രമാക്കാൻ നമ്മളോടൊപ്പം ഒരു അതിഥി ഉണ്ടെന്ന്. തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. രാവിലെ നമുക്ക് ഐശ്വര്യമായിട്ട് ഒരു ഭജൻ എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമായിട്ട് അങ്ങോട്ട് തുടങ്ങാം. ഓക്കെ. രാവിലെ ഇതിപ്പോൾ രാവിലത്തെ പ്രോഗ്രാമാണ്. അപ്പോൾ സൂര്യനാണ് നമ്മളുടെ എല്ലാം. അതെ, ഇന്ത്യയിൽ മാത്രമല്ല, നമ്മുടെ വേദിക് ട്രഡീഷനിൽ മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ ഏൻഷ്യൻ സിവിലൈസേഷൻസിലും ഈ സൂര്യനെ ആരാധിക്കുക എന്നുള്ളത് ഒരു വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സൂര്യന് വേണ്ടിയിട്ട് ഒരു സൂര്യ അഷ്ടകം എഴുതിയിട്ടുണ്ട് സംഭവപുരാണത്തിലത്തെ. അതിലുള്ള ഒരു ആദ്യത്തെ ഒരു ശ്ലോകം തുടങ്ങാം. ശരി. प्रसीद मम भास्करं, प्रसीद मम भास्करं, दिवाकर नमस्तुभ्यं, प्रभाकर नमोऽस्तु ते, सप्त अश्वरथम् आरूढं प्रचण्डं कश्यपात्मजं, श्वेतपद्मधरं देवं तं सूर्यं प्रणमाम्यहम्। आदिदेव नमस्तुभ्यं, आदिदेव नमस्तुभ्यं, सूर्यं प्रणमाम्यहम्।
തീരരുതേന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നു നമ്മുടെ പ്രേക്ഷകരെ. ശരിക്കും എനിക്ക് കേട്ട് കഴിഞ്ഞപ്പോഴേ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇലയിലൊക്കെ ചെറിയ തുള്ളികളുണ്ടല്ലോ, വെള്ളത്തിൻ്റെ തുള്ളികൾ. ശരിക്കും അത് കണ്ടുകൊണ്ട് സൂര്യനെ നമ്മൾ വണങ്ങുന്ന ആ ഒരു ഫീലാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ തോന്നിയത്. തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്കും അങ്ങനെ തന്നെയായിരിക്കും തോന്നിയത്. അപ്പോൾ എന്തായാലും സംഗീതം നമ്മുടെ രക്തത്തിലുണ്ട്, അതുപോലെ തന്നെ സാഹിത്യവും. ഇപ്പം അച്ഛൻ നരേന്ദ്രമേനോൻ സാറെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം സാഹിത്യത്തിൻ്റെ വലിയൊരു ശേഖരം വീട്ടിൽ, അതുകൊണ്ട് തന്നെയാണോ ബിരുദാനന്തര ബിരുദം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലായിരുന്നു അല്ലേ? അപ്പോൾ എങ്ങനെയായിരുന്നു? ഇപ്പോൾ പ്രൊഫഷണലി ഒരു ടീച്ചറാണ്, അപ്പോൾ കോലാലംപൂരിൽ ഹെൽപ്പ് യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുകയാണ്. ഒരു പക്ഷേ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും സംഗീത അധ്യാപിക എന്നുള്ള രീതിയിലാണെന്ന്, പക്ഷേ ഇംഗ്ലീഷാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ലിറ്ററേച്ചറിലേക്ക് പോകാനുള്ളൊരു അതെങ്ങനെയാണ് ചെയ്തത്? ലിറ്ററേച്ചർ എനിക്ക് ഏത് കാലത്തും വളരെ പാഷനറ്റ് ആയിരുന്നു. പുസ്തകം വായിക്കുക, പിന്നെ ഈ പറഞ്ഞ പോലെ സാഹിത്യ ചർച്ചകളിലൊക്കെ ഞാൻ അന്നൊന്നും ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല, കുറേ വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പാട്ട് പാടുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് എപ്പോഴും പാടണം എന്നുള്ളത് അച്ഛനും അമ്മയും രണ്ടുപേരും ഇൻസിസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ആവാം തുടങ്ങിയിട്ടുണ്ടാവുക. പിന്നെ എന്താണ്, അച്ഛൻ്റെ കവിതകൾ അച്ഛൻ അത് പറയും, ഞാനത് എഴുതി. അച്ഛൻ ആർട്ടിക്കിൾസാണ് എഴുതണമെന്ന് വെച്ചാൽ അച്ഛൻ അവിടെ ഇരുന്നിട്ട് അതിങ്ങനെ പറയുമ്പോൾ ഞാനത് എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് അതിൻ്റെ റഫ് കോപ്പി, അതെ റഫ് കോപ്പി ഞാനാണ് എഴുതുക. അപ്പം അങ്ങനെ ഈ വാക്കുകളോടൊരു വല്ലാത്തൊരു ഇഷ്ടം തോന്നാൻ തുടങ്ങി. കാരണം ഇതിങ്ങനെ കേട്ടിട്ട് എഴുതിയെടുക്കുക. അപ്പം എനിക്ക് ചിലതൊന്നും അർത്ഥം മനസ്സിലാവില്ല, പക്ഷെ അച്ഛൻ്റെ ഫ്ലോ ബ്രേക്ക് ചെയ്യണ്ടാച്ചിട്ട് ഞാൻ ഇടയ്ക്ക് ചോദിക്കില്ല അച്ഛൻ ഡിക്റ്റേറ്റ് ചെയ്യുമ്പോൾ. അപ്പം അങ്ങനെ ആവാം സാഹിത്യത്തിൽ ഒരു ബന്ധം തോന്നിയത്. പിന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഏത് കാലത്തും എനിക്ക് വളരെ ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയിരുന്നു. പിന്നെ അന്നത്തെ കാലത്ത് നമ്മൾ മലയാളം ലിറ്ററേച്ചർ എനിക്ക് ചെയ്യണം നല്ല മോഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ അതിൻ്റെ പോസിബിലിറ്റീസ്, അതായത് ഇപ്പോൾ കേരളത്തിൻ്റെ പുറത്ത് പോയാൽ വർക്ക് എന്താവും എന്നുള്ളതൊരു എനിക്കൊരു പ്രോബ്ലം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ പറഞ്ഞു, ഇൻസിസ്റ്റ് ചെയ്തു, മലയാളം എന്ത് വന്നാലും വിടാൻ പാടില്ല. കോളേജിലായാലും സ്കൂളിലായാലും ഇപ്പോൾ മലയാളം ഡിഗ്രി വരെ മലയാളം പഠിക്കണം, എന്തായാലും പഠിക്കണം. അത് ഷുവറായിട്ടുള്ള കാര്യമാണ്, അതിൽ ചേഞ്ച് ഇല്ല. പക്ഷേ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്, അതിലാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത്. പിന്നെ UGC ചെയ്തിട്ട് പിന്നെ ഞാൻ NSS കോളേജിൽ 2 കൊല്ലം വർക്ക് ചെയ്തു. ഓക്കെ. അപ്പോൾ അതിനുശേഷം ഉള്ളൊരു യാത്ര നൈജീരിയയിലേക്കായിരുന്നു അല്ലേ? അപ്പോൾ വിവാഹശേഷം നൈജീരിയയിലേക്ക് പോയി, അവിടെ ഒരു 6 വർഷം. ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇന്ത്യ വിട്ട് പോകുമ്പോൾ നമ്മുടെ കലകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ സംഗീതം, ഇപ്പോൾ കർണാട്ടിക് ആയാലും ഹിന്ദുസ്ഥാനി ആയാലും ഒക്കെ മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ എത്രത്തോളം നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരിതുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഇത്രത്തോളം സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരാളാവുമ്പോൾ എങ്ങനെയായിരുന്നു ആ നൈജീരിയയിലെ ഒരു അനുഭവം? എങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു കല, അവിടുത്തെ ഒരു സംസ്കാരം, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയൂ. നൈജീരിയയിൽ നമ്മൾ എല്ലാവരും വിചാരിക്കണ പോലെയല്ല, വളരെ ഒരു വൈബ്രൻറ്റ് കൾച്ചറൽ സീനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കാരണം ഇന്ത്യക്കാർ ധാരാളം, ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള ധാരാളം ഇന്ത്യക്കാർ എത്രയോ കാലങ്ങളായിട്ട് അവിടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഓണം, വിഷു, ന്യൂ ഇയർ, ക്രിസ്മസ് അങ്ങനെയുള്ള എല്ലാ ഫെസ്റ്റിവൽസും മലയാളി അസോസിയേഷൻസ് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ള എല്ലാ സ്റ്റേറ്റ്സിൽ നിന്നും വന്നിട്ടുള്ള ആൾക്കാർ അവരുടെ അസോസിയേഷനിൽ വെച്ചിട്ട് എല്ലാം സെലിബ്രേറ്റ് ചെയ്യും. പിന്നെ ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടൊന്നുണ്ടായിരുന്നു. പിന്നെ ഇൻഫാസ് എന്ന് പറഞ്ഞിട്ട് ഒരു അസോസിയേഷൻ തുടങ്ങി. അത് പ്യോർലി ടു പ്രൊമോട്ട് ക്ലാസിക്കൽ മ്യൂസിക് ആൻഡ് ഡാൻസ് അങ്ങനെ. പക്ഷെ അതേ പ്രോഗ്രാമിൽ തന്നെ സ്റ്റോൾവേർഡ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഗുരു എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് പണ്ഡിറ്റ് രമേശ് നാരായൺ 1.5 കൊല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് അത്രേ ഭാഗ്യം ഉണ്ടായുള്ളൂ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പഠിക്കാൻ. പക്ഷെ അദ്ദേഹം ഒരു ലൈഫ് ടൈം മുഴുവനും ഉള്ളത് ആ 1.5 കൊല്ലത്തിൽ എനിക്ക് പകർന്നു തന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ ലേഗോസിൽ വന്നിട്ട് കച്ചേരി ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ വളരെയധികം എല്ലാ മാസവും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മേജർ പ്രോഗ്രാം ഉണ്ടാവും. അപ്പോൾ ഈ മാസത്തെ പ്രോഗ്രാം കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് അടുത്ത പ്രോഗ്രാമിനുള്ള പെർഫോമൻസിന് പ്രാക്ടീസ് തുടങ്ങുകയായി. അവിടെയുള്ള കമ്പനീസ് എല്ലാവരും പല കമ്പനീസിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ സാറ്റർഡേ സൺഡേ, ശരിക്കും പറഞ്ഞാൽ സാറ്റർഡേ പ്രാക്ടീസ് തുടങ്ങി സൺഡേക്ക് പ്രാക്ടീസ് കഴിയുള്ളൂ. വളരെ ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പിന്നെ കുറേ റൈറ്റേഴ്സിനെ, നൈജീരിയൻ റൈറ്റേഴ്സിനെ എനിക്ക് പരിചയപ്പെടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അവരെപ്പോഴും വീട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പ്രോഗ്രാംസ്, അവരുടെ കവി സമ്മേളനങ്ങൾ അതൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ലിറ്റററി ആൻഡ് മ്യൂസിക്കൽ ഇത് രണ്ടിൻ്റെയും ഒരു വളരെ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസസ് ചേർന്ന ഒരു അത് നമ്മൾ വിചാരിക്കില്ല. നമ്മളൊരു ഫോറിൻ കൺട്രിയിൽ പോകുമ്പോൾ നമ്മൾ ഇതൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടല്ല പോണേ. എൻ്റെ ഹസ്ബൻഡിന് അവിടേക്ക് ട്രാൻസ്ഫർ കിട്ടി, അപ്പം അങ്ങനെ പോയതാണ്.
നമ്മൾ പണ്ഡിറ്റ് രമേശ് നാരായൺജിയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഹിന്ദുസ്ഥാനി സംഗീതം അതിൻ്റെ ഒരു ഛായ എപ്പോഴും നമുക്ക് കർണാട്ടിക് മ്യൂസിക് അതുപോലെ തന്നെ ഇത് രണ്ടും കൈകാര്യം ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ടഫാണ്. രണ്ടും രണ്ട് സ്റ്റൈലിൽ പോകുന്നത്. പക്ഷേ അൾട്ടിമേറ്റ്ലി രണ്ടും സംഗീതം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഏതാണ് എന്തെങ്കിലും ഒരു 2 വരി പാടാൻ മനസ്സിൽ നിന്ന് തോന്നുന്ന ഏതെങ്കിലും 2 വരി? ഏതായാലും ഞങ്ങൾക്ക് സന്തോഷം. ഞാൻ എൻ്റെ അച്ഛൻ എഴുതിയിട്ട് അമ്മ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് മതിയോ? തീർച്ചയായിട്ടും. പിന്നെ ഇത് ചാരുകേശി പറഞ്ഞൊരു രാഗത്തിലാണ്. सतत सलिलात्मिके सौपर्णिके सतत सलिलात्मिके प्रणतोऽस्मि तव निर्झरं श्यामिके सौपर्णिके सतत सलिलात्मिके प्रणतोऽस्मि तव निर्झरं श्यामिके सौपर्णिके सतत सलिलात्मिके मूकाम्बिका हृदय संगीतिके मूकाम्बिका हृदय संगीतिके भवरोग संहार क्षणपिञ्जिके भवरोग संहार क्षणपिञ्जिके सौपर्णिके सतत सलिलात्मिके सौपर्णिके सलिलात्मिके सौपर्णिके. ഓക്കെ, വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യം. കാരണം അച്ഛൻ എഴുതുന്നു, അമ്മ സംഗീതം നൽകുന്നു, മകള് പാടുന്നു. എനിക്ക് തോന്നുന്നു എത്രയും സന്തോഷം ഉണ്ടാകുന്നൊരു കാര്യം മറ്റൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അത്രയ്ക്കും. ഇനി നമുക്ക് നമ്മുടെ യാത്രകളെ കുറിച്ച് പറയുമ്പോൾ നൈജീരിയ പോലെ തന്നെ മലേഷ്യയിലേക്ക് പോയപ്പോൾ ഉള്ള ഒരു, കാരണം നൈജീരിയ വളരെ കൾച്ചറലി വളരെ റിച്ച് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു എന്ന് പറഞ്ഞു. മലേഷ്യ നമുക്കറിയാം ഈ തമിഴിയൻസ് കൂടുതലുള്ളൊരു സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ തമിഴ് സിനിമയ്ക്കും ഒക്കെ ആരാധകരുള്ളൊരു സ്ഥലമാണ്. രജനികാന്തിൻ്റെ ഒക്കെ സിനിമ ഏറ്റവും കൂടുതൽ അവിടെയല്ലേ ആഘോഷിക്കപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു മ്യൂസിക്, ലിറ്ററേച്ചർ എല്ലാം എങ്ങനെയായിരുന്നു? മലേഷ്യയിൽ അവിടെ ലോക്കൽസ് എന്ന് പറയാൻ തമിലിയൻസ്, പിന്നെ ചൈനീസ്, മലേസ്, അങ്ങനെയാണ്. അവർ 3 പേരും അവരുടെ തനതായിട്ടുള്ള കൾച്ചർ അതേമാതിരി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. പക്ഷേ അവരും വളരെ ബ്യൂട്ടിഫുൾ പീപ്പിളാണ്. ഐ മീൻ വളരെ വാം ആൻഡ് ഫ്രണ്ട്ലി ആൾക്കാരാണ് അവിടെ മലേഷ്യയിൽ. നമ്മൾ റോട്ടിലൊക്കെ ഇറങ്ങി ഒരു എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചോദിച്ചു വെച്ചാൽ ദേ ഗോ ഔട്ട് ഓഫ് ദ വേ ടു ഹെൽപ്പ് യു. അത്രയും നല്ല മനുഷ്യരാണ്. പിന്നെ ഞങ്ങൾ താമസിക്കുന്നത് വളരെയധികം ഒരു എക്സ്പാറ്റ് ഏരിയയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ കുറേ ഫോറിനേഴ്സ് ഉണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ഫോറിനേഴ്സ് അവിടെ ഉണ്ട്. അപ്പം ഞാൻ ഈ എന്തെങ്കിലും മെഡിറ്റേഷൻ സെഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ പല ആൾക്കാരെയും, യൂറോപ്യൻസ് അങ്ങനെയുള്ള കുറേ ആൾക്കാരെ കാണും. ഒരു ഇറാനിയൻ ഫ്രണ്ട് ഉണ്ട് അവിടെ. ഷീസ് എ പ്രാണിക് ഹീലർ. അവരെന്നോട് എൻ്റെ പാട്ട് കേട്ടിട്ട് പറഞ്ഞു, ഈ പാട്ടിൻ്റെ എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ നിങ്ങൾ ഈ പാടിനോടത്ത്. ഇത് വെറുതെ ഒരു ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റ് മാത്രം ഉണ്ടാക്കുന്ന പാട്ടല്ല നിങ്ങൾ പാടുന്നത്, എന്താ അതിൻ്റെ മാജിക് എന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഈ നമ്മളുടെ ഗമകപ്രധാനമായിട്ടുള്ള മ്യൂസിക്കാണ് നമ്മളുടെ ഇന്ത്യൻ മ്യൂസിക്. അത് ഇന്ത്യയിൽ മാത്രമുള്ളൊരു വളരെ വലിയൊരു കാര്യമാണ് അത്.
അപ്പോൾ ഈ ഗമകങ്ങളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വന്നാലും നമ്മൾ സാ എന്നുള്ളത് തുടങ്ങണം, അപ്പോൾ ഓംകാരമായിട്ട് റിലേറ്റ് ചെയ്യണം. നമ്മൾ ഇന്ത്യയിലെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ അതൊരു പാക്കേജായിട്ട് വരുന്നത്, ഇറ്റ്സ് എ സ്പിരിച്വൽ പാക്കേജ്. എന്ത് വന്നാലും നമ്മളെ ഗുരു നമ്മളെ പഠിപ്പിക്കുമ്പോൾ പാട്ട് മാത്രം ഒരു ആക്രോബാറ്റിക്സ് ഒക്കെ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കുകയല്ല, നമ്മളുടെ എൻറ്റയർ പേഴ്സണാലിറ്റിനെ മോൾഡ് ചെയ്യാനാണ് ഈ ഗുരുവിൻ്റെ ഏറ്റവും വലിയൊരു ടാസ്ക് ഉള്ളത്. അത് മുഴുവനും ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ അവർ അസലായി യോഗയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, അവർ പ്രാണിക് ഹീലറാണ്, ആൻഡ് അവർക്കിത് യോഗിക് കോൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞോടുകൂടി ഷീ കോട്ട് ഇറ്റ്. അപ്പോൾ എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എൻ്റെ സെൻറ്ററിലൊരു ടോക്ക് കൊടുക്കാൻ പറ്റുമോ, നിങ്ങളുടെ പാട്ട് അതിനെ പറ്റിയിട്ടൊരു ടോക്ക്. അപ്പം ഞാൻ നാദയോഗ എന്നുള്ള കോൺസെപ്റ്റ് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പം ഞാൻ പറഞ്ഞു ശരി എന്നാൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നാദയോഗയെ പറ്റിയിട്ടൊരു ടോക്ക്, ഒരു 2 hour ലോങ് ടോക്കായിരുന്നു. എൻ്റെ മുൻപിൽ ഉണ്ടായിരുന്നത് മുഴുവനും യോഗ വളരെയധികം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ, അമേരിക്കൻസ്, യൂറോപ്യൻസ്, പിന്നെ കുറേ ഇന്ത്യക്കാർ, എൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. എല്ലാവരും പിന്നെ പ്രാണിക് ഹീലേഴ്സ്. അപ്പോൾ ഈ നമ്മളുടെ സരിഗമ പധനിസ എന്നുള്ളതൊക്കെ നമ്മളുടെ എനർജി സെൻറ്റേഴ്സായിട്ട് വളരെയധികം യോജിച്ച് ഉള്ളതാണ്. നമ്മൾ സാ എന്ന് പറയുന്നത് തന്നെ മൂലാധാര ചക്രത്തിൽ നിന്ന് തുടങ്ങേണ്ടതാണ് എന്നൊക്കെയാണ് എൻ്റെ ഗുരുക്കന്മാരെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് മുഴുവനും പറഞ്ഞപ്പോൾ അവർക്കത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റി. എന്നിട്ട് അവരത് വളരെയധികം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച്, അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം കഴിഞ്ഞിട്ട് പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ട് സംശയങ്ങൾ ഇതാക്കാൻ വേണ്ടിയിട്ട്, ഇത്ര അധികം ഒരു ഡെഡിക്കേഷൻ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ മാജിക്കൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട് അവിടെ. നമ്മളുടെ ട്രഡീഷൻ, നമ്മളുടെ കൾച്ചർ നമ്മളുടെ ആൾക്കാർക്ക് അറിയണേക്കാളും എനിക്ക് തോന്നുന്നു അവർക്ക് അറിയണ്ടേ തോന്നുന്നു. അവർ പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ട്രഡീഷനെ കുറിച്ചും കൾച്ചറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, ഇപ്പം വാണി മാഡം വളരെയധികം ഈ കൾച്ചറുമായിട്ടും ട്രഡീഷനുമായിട്ടും ഒക്കെ വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളായിട്ടാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ സംസ്കൃതത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നൊരു വർക്ക് ക്ഷേത്രങ്ങളെക്കുറിച്ച്. അപ്പോൾ എന്താണ് ആ ഒരു ട്രാൻസ്ലേഷൻ വർക്കും നടക്കുന്നുണ്ട് അതിൻ്റെ കൂടെ? ഒരു വളരെ മഹാനായിട്ടുള്ള അദ്ദേഹം ഉണ്ടായിരുന്നു, മാധവ്ജി എന്ന് പറഞ്ഞിട്ട്. മാധവ്ജി നമ്മുടെ ക്ഷേത്രങ്ങളെ കുറിച്ച്, ക്ഷേത്രങ്ങളുടെ താന്ത്രിക് ആർക്കിടെക്ചറിനെ പറ്റിയിട്ട്, നമ്മൾ ലോകത്തിൽ എവിടെ പോയാലും കാണാത്ത ആർക്കിടെക്ചറാണ് നമ്മുടെ കേരളയിലത്തെ ടെമ്പിൾസിലുള്ളത്. ആൻഡ് നമ്മളെപ്പോഴും ആലോചിക്കും ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താ, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ എൻ്റെ 3 വയസ്സുള്ള മകൻ ഒരു പ്രാവശ്യം എന്നോട് ചോദിച്ചു, എന്തിനാ അമ്മേ നമ്മൾ ഈ കല്ല് എന്തിനാ അവിടെ വെച്ചിട്ടുള്ളത് അമ്പലത്തിൽ പോകുമ്പോഴേ? അപ്പം ഞാൻ അതിനെപ്പറ്റി കുറച്ചൊരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ മാധവ്ജിയുടെ ഈ ബുക്ക് ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്കത് ചെറുതായിട്ട് ആ കുട്ടിക്ക് മനസ്സിലാവണ മാതിരി എനിക്ക് പറയാൻ പറ്റി. പക്ഷെ എനിക്ക് തോന്നി ഇയാളൊക്കെ പഠിക്കേണ്ടത് ഇൻ്റർനാഷണൽ സ്കൂൾസിലാണ്, പുറത്തൊക്കെ പോയിട്ട് ആ കുട്ടിക്കൊന്നും മലയാളം, എനിക്കൊക്കെ ഉള്ള എക്സ്പോഷർ കിട്ടിയ പോലെ മലയാളം ഒരിക്കലും നമ്മൾ പുറത്തു പോയാൽ ഇറ്റ്സ് ലിറ്റിൽ ഡിഫിക്കൾട്ട്. അവർ ചെയ്യണ സിലബസും എല്ലാം കൊണ്ട് നമ്മൾ വീട്ടിലെ മലയാളമേ പറയുള്ളൂ, പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളുടെ കൾച്ചറിനെ പറ്റി എക്സ്പോസ് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്തായാലും ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം, അയാളുടെ ജനറേഷന് വേണ്ടിയിട്ട്, എൻ്റെ മോൻ്റെ ജനറേഷന് വേണ്ടിയിട്ട് ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഈ മാധവ്ജി ക്ഷേത്ര ചൈതന്യ രഹസ്യം എന്നുള്ള ബുക്ക് മലയാളത്തിലാണ് എഴുതിയിട്ടുള്ളത്, പക്ഷേ സംസ്കൃതമാണ് അതിൽ മുഴുവനുള്ളത്. ഞാൻ സംസ്കൃതം പഠിച്ചിട്ടില്ല. ഈ നമ്മൾ ചില ക്ഷേത്ര ചൈതന്യ രഹസ്യം എന്നുള്ള ടൈറ്റിൽ തന്നെ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ അതേ എസെൻസോട് കൂടി കോപ്പി ചെയ്യും, അതായത് ട്രാൻസ്ലേറ്റ് ചെയ്യും, അതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. അപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ ഇത് ട്രാൻസ്ലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, വളരെ 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 കാലമായിട്ട്. കഴിഞ്ഞിട്ടില്ല. അതിന് എപ്പോഴാണ് കഴിയാന്ന് എനിക്ക് അറിയുന്നില്ല. വളരെ മെല്ലെ എനിക്കത് പോകാൻ പറ്റുള്ളൂ. കാരണം ഞാൻ പൂജയൊന്നും പഠിച്ചിട്ടില്ല, സംസ്കൃതം എനിക്ക് അറിയില്ല. പക്ഷേ അപ്പോൾ കുറേ റിസർച്ച് ചെയ്യണം. ഇപ്പോൾ ഒരു ലൈൻ കാണുകയാണെങ്കിൽ, ഒരു ടേം കാണുകയാണെങ്കിൽ, നിത്യ നൈമിത്തിക പൂജ എന്ന് പറഞ്ഞിട്ട് ഒരു ടേം കാണുകയാണെങ്കിൽ എനിക്കത് എന്താണെന്ന് അറിയില്ല. അപ്പോൾ അത് ഫുൾ റിസർച്ച് ചെയ്ത്, അതുകൊണ്ട് ആ വർക്ക് ഇങ്ങനെ വളരെ സ്ലോ ആയിട്ടാണ് പ്രൊസീഡ് ചെയ്യണത്. I hope in this lifetime I will be able to complete it. I don't know. കാരണം തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ തലമുറയ്ക്ക് അത് വളരെ ആവശ്യമാണ്. നമ്മൾ ഇതിൽ നിന്നൊക്കെ നമ്മുടെ ഒരു ട്രഡീഷനിൽ നിന്നും കൾച്ചറിൽ നിന്നൊക്കെ വിട്ടുപോകുന്നതാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണം. എന്തായാലും നമ്മൾ നമ്മുടെ സത്വം തന്നെ അറിയുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ അത് ഇംഗ്ലീഷിൽ എത്രയും വേഗം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എന്തായാലും ഒരു ഗായികയെ കിട്ടിയിട്ട് വീണ്ടും ഒരു പാട്ട് കേൾക്കാതെ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും കീർത്തനമോ എന്തായാലും. ഓക്കെ. സൂഫി ഒരു പാട്ടുണ്ട്, അതായത് 13ാം സെഞ്ച്വറിയിലത്തെ ഒരു അമീർ ഖുസ്രോ എന്ന് പറഞ്ഞിട്ട് ഒരു വളരെ വലിയൊരു, അദ്ദേഹമാണ് ഉറുദുവിൻ്റെ ഫാദർ ഓഫ് ഉറുദു ലിറ്ററേച്ചർ എന്നൊക്കെ പറയണത്. അദ്ദേഹം വളരെയധികം നമ്മളുടെ ഇന്ത്യൻ മ്യൂസിക് കേട്ടിട്ട് വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ദ മ്യൂസിക് ഓഫ് ഇന്ത്യ ഇസ് ഡിവൈൻ, പ്ലീസ് കീപ്പ് ഇറ്റ് പ്യുവർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ വലിയ
അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ അന്ന് തന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു സൂഫി സോങ് പാടാം. അതിൻ്റെ അർത്ഥം വരുന്നത് എന്താണെങ്കിൽ ഗുരു ശിഷ്യ ബന്ധമാണ്. നമുക്കത് കേൾക്കുമ്പോൾ തോന്നും ഒരു യുവതി അവരുടെ ലവർ വീട്ടിലേക്ക് വരാൻ വേണ്ടി കാത്തു നിൽക്കണ പോലെയാണ് നമുക്ക് തോന്നുക അതിൻ്റെ അർത്ഥം കേൾക്കുമ്പോൾ. പക്ഷെ അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം ഗുരു എന്നാണ് എൻ്റെ മനസ്സിലേക്ക് വരികയെന്ന്. ഗുരു എന്ന് പറയുന്നത് ഒരു മനുഷ്യനേക്കാൾ ഉപരി അതൊരു ഐഡിയ ആണ്. ആ ഐഡിയ നമ്മുടെ മനസ്സിൽ, ഗുരുതത്വം നമ്മുടെ മനസ്സിൽ വരണം. അതാണ് ആവശ്യം. അപ്പോൾ അതിലേക്ക് എപ്പോഴാണ് ഞാൻ എത്തുക? ഞാൻ എല്ലാ അറേഞ്ച്മെന്റ്സും ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നു, പക്ഷെ എന്താ ഗുരുവിനെ കാണാത്തത് എന്നുള്ളതാണ്. അതാണ് അതിന്റെ അർത്ഥം വരുന്നത്. ശരി. സരി പാമഗ സരി ഗ സാനി പനി സരി ഗ സരി പാമ മാ മാ ഗ രി രി പാമ ഗ രി ഗ രി സാ നി നി സാ. एरी सखी मुरी पिया घर आए, एरी सखी मुरी पिया घर आए, भाग लगे से आंगन को, एरी सखी मुरी पिया घर आए, भाग लगे उसे आंगन को, अपने पिया को मैं बल बल जाऊं, चरण पड़ूं मैं निर्धन को, एरी सखी मुरी पिया घर आए. मैं तो खड़ी थी आस लगाए, मैं तो खड़ी थी आस लगाए, मेहंदी कजरा मांग सजाए, देख सुरतिया में अपनी पिया की हार गई मैं तन मन को, एरी सखी मुरी पिया घर आए, पिया घर आए, पिया घर വളരെ മനോഹരമായിട്ടുള്ള ഒരു സുദിനം ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് വളരെയധികം നന്ദി അറിയിക്കുകയാണ്. അപ്പം എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ട്, പക്ഷെ നമ്മുടെ സമയം ഏകദേശം ഇവിടെ തീരാറായിരിക്കുന്നു. സംഗീത യാത്രയ്ക്കും അതുപോലെ തന്നെ സാഹിത്യ യാത്രയ്ക്കും എല്ലാവിധ ആശംസകളും. ഒരുപാട് ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ, വളരെ സന്തോഷമായിരിക്കാൻ സാധിക്കട്ടെ. വളരെ നന്ദി ഇവിടെ എത്തിയതിന്. താങ്ക് യു സോ മച്ച്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ പ്രോഗ്രാമിൽ ഇൻവൈറ്റ് ചെയ്തതിനും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം എന്തായാലും സുദിനത്തിൻ്റെ ഇന്നത്തെ ഈ ഒരു അധ്യായം എല്ലാവർക്കും വളരെയധികം ഹൃദ്യമായി കാണുമെന്ന് യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം ഇതാണ്: ddsudanam@gmail.com. ഒരിക്കൽ കൂടി നല്ലൊരു ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും. നന്ദി.